ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് കൊണ്ടുള്ളൊരു പുഡിങ്ങാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡ് ഒരു 6 സ്ലൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ബ്രെഡ് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്, നമുക്ക് അതേപോലെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ 6 സ്ലൈസിൽ 3 സ്ലൈസിലോട്ട് ഞാൻ നല്ലോണം അത്യാവശ്യം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ നമ്മളുടെ വീട്ടിൽ എല്ലാവരുടെയും കയ്യിലുണ്ടാവുന്നവരായിട്ടാണ്. അപ്പോൾ ഞാൻ 3 സ്ലൈസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്, തിക്നെസ്സിൽ തന്നെ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ അടുത്ത 3 സ്ലൈസിൽ ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്ടെല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒന്നും നിങ്ങളുടെ കയ്യിൽ വീട്ടിലില്ല, നിങ്ങളുടെ കയ്യിൽ ജാമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ജാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ട്രോബെറിയോ അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ടോ ഒക്കെ ആണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് നമ്മൾ സാധാരണ ബ്രെഡ് ബട്ടർ ജാം ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ ആ സ്ലൈസ് എല്ലാം ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാനതിനെ ചെറിയ ചെറിയ ക്യൂബ് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം അതൊരു ഇവൻ്റ്ലി എന്താ പറയുക, നമ്മൾ ഇടുമ്പോൾ അതൊരു സൈസ് എല്ലാം കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചിടുന്നത്. ഇനി ഇതിന് ഞാനിവിടെ എൻ്റെ ബേക്കിംഗ് ട്രേയിലോട്ട് തന്നെയാണ് മാറ്റുന്നത്. ഞാൻ ഈ പാത്രമാണെന്ന് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തു. ആ ബൗളിൽ 2 മീഡിയം സൈസ് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ. ഇനി ഇതിലോട്ട് കുറച്ച് വാനില എക്സ്ട്രാക്റ്റിൻ്റെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു പാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുകയാണ് ഞാനിവിടെ. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ. ഇനി അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് സിനമൺ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാണ്. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് ഞാൻ റൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ പാലും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മിക്സിന് ഞാൻ ആ ബ്രെഡിൻ്റെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് ഞാൻ ആ റൈസൻസ് എല്ലാം മുന്തിരിങ്ങ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് കയ്യിൽ ഫോർക്ക് സ്പൂണോ എന്ത് വെച്ചാണെങ്കിലും അതിനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ മിക്സ്ചറിൽ ഒന്ന് ഇതാക്കിയിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ ഓവൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനൊരു 20 മിനിറ്റ്സ് ഞാനതിനെ ബേക്ക് ചെയ്തെടുക്കുകയാണ്. പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഹെർഷീസിൻ്റെ. ഈ റെസിപ്പി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക.